വെൽക്കം ടു വി ലേണിങ്സ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ നമ്മുടെ മെൻ്റലിൻ്റെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ്, ജീൻസിനെ കുറിച്ചുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, Mendel's monohybrid cross. Okay, മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഏക സ്വഭാവ സങ്കര ഇനം എന്ന് പറയും. ഏക സ്വഭാവ സങ്കര ഇനം എന്ന് പറയും. ഓക്കെ, എന്താണ് ഇപ്പൊ മെൻഡൽ പറഞ്ഞത്? മെൻഡൽ ആദ്യം എന്ത് ചെയ്തു? ഒരു ജോഡി എന്താണ് വിപരീത സ്വഭാവമുള്ള ഒരു ജോഡി വിപരീത സ്വഭാവമുള്ള വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് മാത്രം ഉള്ള കാര്യങ്ങളുള്ള സങ്കര ഇനങ്ങളെ, ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ള സ്വഭാവങ്ങളുള്ള സങ്കര ഇനങ്ങളെ പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു പരീക്ഷണം നടത്തിയത്. ഓക്കെ, ഈ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു പരീക്ഷണം നടത്തിയത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഏക സ്വഭാവ സങ്കര ഇനം എന്ന് വിളിക്കുന്നത്. അതായത് നോക്കൂ, രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു ജോഡി ഒരു ജോഡി ചെടികളെ വെച്ച് നമ്മുടെ മെൻഡൽ എന്ത് ചെയ്തു? പരീക്ഷണം നടത്തി. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന മോണോഹൈബ്രിഡ് ക്രോസ് അല്ലെങ്കിൽ ഏക സ്വഭാവ സങ്കര ഇനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ പറയാം, ഇതൊരു എന്താ പറയാ, ഈ പറയുന്ന കുറച്ച് ഉയരമുള്ള ഒരു ടോൾ ആയിട്ടുള്ള ഒരു ചെടി ഉണ്ട് വെക്കുക. ഓക്കെ, ഇപ്പൊ ഉയരമുള്ള ഒരു ചെടി ഉണ്ട് വെക്കുക. കുറച്ച് കുള്ളനായിട്ടുള്ള ഒരു ചെടി ഉണ്ട്, ഷോർട്ട് ആയിട്ടുള്ള ഒരു ചെടി ഉണ്ട് വെക്കുക. ഓക്കെ, ഇത് രണ്ടും എന്ത് വരും? ഇത് ടോള്, അതിന്റെ ഓപ്പോസിറ്റ് ട്രേറ്റ് ഷോർട്ട്. ഓക്കെ, ഇതാണ് ഒരു ജോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാധനമാണ് എന്ത്? ഒരു ജോഡി. ഓക്കെ, ഇതാണ് ഒരു ജോഡി എന്ന് പറയാം. ഇതെന്താണ്? ഒരു ജോഡിയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇങ്ങനെയുള്ള ഒരു ജോഡീനെ വെച്ചിട്ട് മെൻഡൽ നടത്തിയ ആ ഒരു പരീക്ഷണമാണ് മോണോഹൈബ്രിഡ് ക്രോസ് അല്ലെങ്കിൽ ഏക സ്വഭാവ സങ്കര ഇനം. ഓക്കെ, ഇനി നോക്ക്, എന്താണ് ക്യാരക്ടർ ആൻഡ് ട്രേറ്റ്? ഓക്കെ, സ്വഭാവവും പ്രത്യേകതയും നോക്കാം. നോക്ക്, എന്താണ് ക്യാരക്ടർ? ഓക്കെ, എ ക്യാരക്ടർ ഈസ് എ ഹെറിറ്റബിൾ ഫ്യൂച്ചർ ഓഫ് ആൻ ഓർഗാനിസം. എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്നത്? ഒരു ഹെറിറ്റബിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, ഹെറിറ്റബിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, ഹെറിറ്റബിൾ ഫ്യൂച്ചർ ഓഫ് ആൻ ഓർഗാനിസം മനസ്സിലായ? ഒരു ജീവിയുടെ ഹെറിറ്റബിൾ ഫ്യൂച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഒരു ക്യാരക്ടർ എന്ന് പറയാ. ഓക്കെ, ക്യാരക്ടറിനെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരാണ് എന്ത്? സ്വഭാവം. അല്ലെ, നല്ല സ്വഭാവമാണെന്നൊക്കെ പറയണ പോലെ ഈ പറയുന്ന ചെടികളുടെ സ്വഭാവമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ട് വരുന്നത്? അതായത് ഈ പറയുന്ന ഹെറിറ്റബിൾ ഫ്യൂച്ചറിന്റെ മലയാളമാണ് പാരമ്പര്യമായിട്ടുള്ള കൈമാറപ്പെടുന്ന പൊതുവായ സ്വഭാവം. ഓക്കെ, പാരമ്പര്യമായിട്ട് കൈമാറപ്പെടുന്ന പൊതുവായ സ്വഭാവം. ഓക്കെ, ഒരു ജീവിക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറപ്പെടുന്ന സവിശേഷതകളോ പ്രത്യേകതകളിലോ ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്വഭാവം എന്ന് പറയാം. എന്താണ്? ഒന്നും കൂടി പറഞ്ഞുതരാം. പാരമ്പര്യമായി കൈമാറപ്പെടുന്ന
പെടുന്ന സവിശേഷത അല്ലെങ്കിൽ സ്വഭാവം, അതാണ് ഇവിടത്തെ സ്വഭാവമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കൺഫ്യൂഷൻ വരികയാണെങ്കിൽ സവിശേഷത എന്ന് മാത്രം മനസ്സിലാക്കി, ആ ഒരു പ്രത്യേകത മനസ്സിലാക്കിയാൽ മതി. ഉദാഹരണത്തിന് ഉയരം, ഉദാഹരണത്തിന് എന്താണ് ഉയരം, അതുപോലെ മുടിയുടെ കളറ്, മുടി എങ്ങനത്തെ മുടിയാണ്, ഇതൊക്കെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ്. ഓക്കെ, അതുപോലെ കണ്ണിന്റെ കളറ്, ഇതാണ് ക്യാരക്ടർ. അതായത് ഒരു ജീവിക്ക് പാരമ്പര്യമായിട്ട് അവന്റെ കുടുംബത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ അവന് കിട്ടുന്ന ഒരു സവിശേഷതയാണ് എന്ത്, ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് എന്ത് പറയും, ആ ഒരു ഹെറിറ്റബിൾ ഫ്യൂച്ചർ എന്ന് പറയും. അതായത് പാരമ്പര്യമായി കൈമാറപ്പെടുന്ന സവിശേഷത. ഇനി എന്താണ് ഒരു ട്രെയ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, ട്രെയ്റ്റ് നോക്കൂ. ഒരു ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു ക്യാരക്ടറിന്റെ വ്യത്യസ്ത രൂപങ്ങളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ട്രെയ്റ്റ് എന്ന് പറയാ. ഒരു ക്യാരക്ടറിന്റെ, ഓക്കെ, അതായത് എ ട്രെയ്റ്റ് ഈസ് ഡിഫറെന്റ് ഫോം ഓഫ് എ ക്യാരക്ടർ. ഓക്കെ, എന്താണ് ഡിഫറെന്റ് ഫോം ഓഫ് ക്യാരക്ടർ. ഓക്കെ, ഡിഫറെന്റ് ഫോം ഓഫ് ക്യാരക്ടർ, ഒരു സ്വഭാവത്തിന്റെ വേറെ ഒരു ഫോം ആണെന്ത് ഈ പറയുന്ന ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്യാരക്ടറിന്റെ എന്താണ്, ക്യാരക്ടറിന്റെ സ്വഭാവത്തിന്റെ ട്രെയ്റ്റിനെ നമുക്ക് മലയാളത്തിൽ പ്രത്യേകത എന്നും പറയാത്ത, പ്രത്യേകത. ഓക്കെ, ഒരു സ്വഭാവത്തിന്റെ എന്താണ്, സ്വഭാവത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളെയാണ് ട്രെയ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഒരു സ്വഭാവത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ട്രെയ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെ ഉദാഹരണം, ഇപ്പൊ നമ്മൾ ഉയരം എടുത്തു വെക്കി, നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉയരമാണ് നമ്മൾ എടുത്തതെന്ന് വെക്കുക. ഓക്കെ, ഉയരമാണ് നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഉയരത്തിൽ തന്നെ എന്തുണ്ടാവും, രണ്ട് കാറ്റഗറി ഉണ്ടാവും അല്ലെ. ഓക്കെ, ഇത് നോക്ക്, ഇതാണ് എന്ത്, ഇതാണ് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം. ഓക്കെ, അല്ലെങ്കിൽ എന്ത്, സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്യാരക്ടറിൽ നോക്കിക്കോ, ഉയരത്തിൽ എന്തുണ്ടാവും, വലിയ തരം ചെടികളും അതുപോലെ എന്താണ് ചെറിയ ഉയരമുള്ള ചെടികളും ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്തെന്ന് പറയാം, ഉയരമുള്ളതും ഉയരം കൂടുതലുള്ളതും അതുപോലെ തന്നെ എന്താണ് കുള്ളനായതും അല്ലെ, കുള്ളനായത് അല്ലെങ്കിൽ ടോള് അല്ലെ, ടോളും അതുപോലെ ഷോർട്ട് എന്നും പറയാൻ പറ്റും. ഓക്കെ, ഈ നമ്മൾ ഇപ്പൊ ഇങ്ങനെ പറയുന്നില്ലേ, ഈ രണ്ട് സാധനങ്ങളാണ് എന്ത്, നോക്ക്, ഈ രണ്ട് സാധനങ്ങളിനെയാണ് നമ്മള് ട്രെയ്റ്റ് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന സാധനം. ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വഭാവത്തിന്റെ വേറെ വേറെ രൂപങ്ങൾ. ഓക്കെ, ഇതാണ് ക്യാരക്ടറും ട്രെയ്റ്റും. ഓക്കെ, അത് മനസ്സിലാക്കാം. നോക്ക്, അടുത്ത നമ്മൾ നോക്കാൻ പോണത് എന്താണ് ഈ പറയുന്ന പാരന്റൽ ജനറേഷനും അലീൽസും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോണത് എന്താണ്,
പാരന്റൽ ജനറേഷനും അലീൽസും. ഓക്കെ, എന്താണ് പാരന്റൽ ജനറേഷൻ? ഓക്കെ, എന്താണ് ഒരു പാരന്റൽ ജനറേഷൻ? Mendel selected a pure tall plant and a pure dwarf plant. These are called parental plants. Mendel എന്ത് ചെയ്തു? ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ടോൾ പ്ലാന്റിനെയും പിന്നെയോ പ്യുവർ ആയിട്ടുള്ള ഒരു ഷോർട്ട് പ്ലാന്റിനെയും, ഓക്കെ, പ്ലാന്റ് ഷോർട്ട് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ഡോഫ് എന്ന് പറയാം. ഓക്കെ, ഡോഫ് പ്ലാന്റിനെയും എടുത്തു. ഓക്കെ, ഈ ഒരു ഇങ്ങനെ എടുത്ത ഈ ഒരു ഫസ്റ്റ് ഇതാണ് എന്ത്, ആ ഒരു പാരന്റ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന പ്ലാന്റ്സ്. ഓക്കെ, ഇതിനാണ് ബാക്കിയെല്ലാം വരിക. അപ്പൊ ഇതിനെ അയാൾ എന്ത് വിളിച്ചു? ഇതിനെ അയാൾ വിളിച്ചതാണ് പാരന്റൽ ജനറേഷൻ അല്ലെങ്കിൽ പി ജനറേഷൻ എന്നും പറയാം. ഓക്കെ, ഇതിനെയാണ് മൂപ്പർ എന്ത് വിളിച്ചത്? പാരന്റൽ ജനറേഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതെന്താവും? ശുദ്ധ ഉയരമുള്ള ചെടിയും, ശുദ്ധ ഉയരമുള്ള ചെടി. ചെടി ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ട്, നിങ്ങൾ എഴുതുമ്പോ ചെടി തന്നെ എഴുതണം. ഓക്കെ, ശുദ്ധമായിട്ട് ഉയരമുള്ള ഒരു ചെടിയും ശുദ്ധമായ കുള്ളനായിട്ടുള്ള ഒരു ചെടിയും. ഓക്കെ, കുള്ളനായിട്ടുള്ള ഒരു ചെടിയും. ഓക്കെ, ശുദ്ധമായിട്ട് കുള്ളനായിട്ടുള്ള ഒരു ചെടിയും ശുദ്ധമായിട്ട് ഉയരമായിട്ടുള്ള ചെടിയും. ഇതാണ് നമ്മൾ ആദ്യം എടുത്തത്. ഇതിൽ നിന്നാണ് എന്ത് വരുന്നത്? ബാക്കിയുള്ള ചെടികളെല്ലാം ഇല്ലെങ്കിൽ ബാക്കിയുള്ള ജനറേഷൻ ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഇയാൾ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഇതിനെ അയാൾ എന്ത് വിളിച്ചു? ഇതിനാണ് ആദ്യം എല്ലാം വരുന്നുണ്ട്. ഇതിനെ പാരന്റ്സ് അല്ലെ, മാതാപിതാക്കളെ പോലെ കരുതി. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിച്ചു? പി ജനറേഷൻ എന്ന് വിളിച്ചു അല്ലെ. ഇവയെ എന്ത് വിളിച്ചു? പി ജനറേഷൻ എന്ന് വിളിച്ചു. ഇല്ലെങ്കിൽ മലയാളത്തിൽ ഇതിനെ പറയും മാതൃസസ്യങ്ങൾ. എന്ത് സസ്യങ്ങളാണ്? മാതൃസസ്യങ്ങൾ എന്നും നമുക്ക് പറയാം. ഓക്കെ, ഇതിനെയാണ് എന്ത് വിളിച്ചത്? നമ്മുടെ മെന്റല് പാരന്റ് ജനറേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്?